ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഓണമൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഇന്ന് സദ്യ സ്പെഷ്യൽ റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മത്തങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ എരിശ്ശേരി ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്കപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരുവും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചിലർ ഇതിൻ്റെ തൊലിയൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആ മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ കഷ്ണങ്ങളൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൽ 1.5 കപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. 3/4 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരുപാട് അരയണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ പൾസ് ചെയ്തെടുക്കില്ലേ, അതുപോലെ പൾസ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, അപ്പോൾ വല്ലാതെ വെന്തുടയും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കരുത് കേട്ടോ. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ വല്ലാതെ ഉടഞ്ഞു പോവും. ചെറുതായിട്ടൊന്നിങ്ങനെ എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കുക, ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചോറിൻ്റെ സൈഡിൽ കഴിക്കണ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കണ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരുമ്പോഴേക്കും ആ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2-3-4 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നവരെ. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടപ്പ് തുറന്ന് നോക്കുമ്പോൾ അതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആണ് നമുക്ക് മത്തൻ കഷ്ണങ്ങളൊക്കെ കുറച്ച് ഉടയും ചെയ്തിട്ടുണ്ട്, എന്നാൽ അത്ര ഉടഞ്ഞിട്ടുമില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വറുത്തിടണം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കുകയാണ് കേട്ടോ നല്ലത്, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് എണ്ണ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ.
കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ചിലർ ഉള്ളിയൊക്കെ ഇടും കേട്ടോ. അപ്പം ഞങ്ങളുടെ അവിടെ ഉള്ളിയൊന്നും ഇടാറില്ല. ഇതുപോലെയാണ് എരിശ്ശേരി ഉണ്ടാക്കാറ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പൊടിയായിട്ട് ചിരവിയ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തേങ്ങ ഈ ഒരു കളറിലാണ് കേട്ടോ വരേണ്ടത്. ഇപ്പോൾ നല്ല പാകമായിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് വാങ്ങി വെച്ച് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഈ മത്തൻ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഓണത്തിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ സദ്യ തോരൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന്. അപ്പോൾ ഒരുപാട് സദ്യ റെസിപ്പീസൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കി അറിയാം. അപ്പോൾ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.